ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ലൂക്ക 1:37 മത്തായി 19:26 മാർക്കോസ് 10:27 ജെറമ്യ 32:27 ജെറമ്യ 32:18 ഉൽപ്പത്തി 18:14 ലൂക്ക 18:27 ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? എല്ലാം ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ബന്ധന പ്രാർത്ഥന നടത്താൻ പോകുന്നത്. ആ ബന്ധന പ്രാർത്ഥന ഇതുകൊണ്ടാണ് മത്തായി 12:29 മാർക്കോസ് 3:27 പറയുന്നത്. അഥവാ ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. കണ്ടോ, നമ്മുടെ വീട്ടില് നമ്മൾ 5 പേര് കൂടി ഇരിക്കുന്നിടത്ത് 100 പേര് കൂടി വന്നാലോ ആരെ കീഴത്തും? ഇതാണ് അവസ്ഥ. അപ്പൊ ശക്തനായവന്റെ ഭവനം, അവന് ശക്തനാണ് പിശാച്. അവിടെ കയറി നമ്മൾ അവനെ ബന്ധിച്ച് അവനെ കിടക്കണം. അതുകൊണ്ട് 1 യോഹന്നാൻ 4:4 നമ്മുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കണം? വചനം. വചനമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വഴക്കും എല്ലാം ഇട്ട് പണത്തിനോട് വൈരാഗ്യം, വിദ്വേഷം എല്ലാം വരുന്നത് വചനമുണ്ടെങ്കിലോ. 1 യോഹന്നാൻ 10:13 വചനത്തിലാണ്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവർ ദൈവം തന്റെ പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കാനും കൊണ്ട് അവനെ കള്ളം പറയുന്നതാക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുക. ആരെ സ്വന്തമാക്കണം? പുത്രനെ ഈശോയെ സ്വന്തമാക്കിയവന് ജീവൻ സ്വന്തമാണ്. ദൈവത്തിന്റെ സ്വന്തം മകനും മകളുമായി, ദൈവത്തിന്റെ മകനും മകളുമായി അവകാശികളാണോ? അതെ. അപ്പന്റെ സ്വത്തിന് ആരാണ് അവകാശം? മക്കള്. ജനസന്താനം വരുമോ? ഇല്ല. ഇതുപോലെയാണ് റോമായിട്ട് 14:17 പറഞ്ഞത്. അപ്പൊ പിതാവ് എന്ന് വിളിക്കാൻ ആ അവകാശവും അധികാരവും എല്ലാം മക്കൾക്കാണ്. ആ വചനം പാലിക്കുമ്പോഴേ മക്കളാകുന്നുള്ളു. അതുകൊണ്ട് പച്ചസാരി വരണമെങ്കിൽ വാചനം പാലിച്ചിരിക്കണം. യോഹന്നാൻ 14:15-23 വാക്യത്തില് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ ഞാനും എന്റെ പിതാവും കൂടി വന്ന് വാസമുള്ള. അപ്പോ ഹൃദയം തുറന്നു കൊടുത്തില്ലെങ്കിലും അതുകൊണ്ടാണ് വെളിപാട് 3:19-20 ആര് ഹൃദയം തുറന്നു കൊടുക്കുന്നു അവിടെയാണ് കർത്താവ് വന്ന് വശമർപ്പിക്കുന്നത്. അപ്പോ പ്രാർത്ഥന നടക്കുന്നതിനാണ് എല്ലാ ബന്ധനങ്ങളും. ഈ മാന്ത്രിക ശക്തികൾ, പൈശാശക്തികൾ, മന്ത്രവാദികൾ, ദുഷ്ടാചാരികൾ, അശുദ്ധാത്മാക്കൾ എല്ലാ ലോകത്തിലുണ്ട്. നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യം പാപത്തിൽ കിടക്കുന്നു. ഈശോയ്ക്ക് പാപം ചെയ്യുന്നവർ ആരെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. യോഹന്നാൻ 3:6-9 അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവൻ അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവർ പിശാചിനുള്ളവരാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവൻ. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അവൻ ആദ്യം ഏറ്റവും വലിയ മാലാഖയായിരുന്നു പിശാച്. അതോ അഹങ്കരിച്ചു ദൈവത്തെക്കാളും വലുതാന്ന് നോക്കി. അതാണ് യേശയ്യാ 14:9-14 വചനത്തില് ജ്ഞാനം വരുമ്പോഴും അഹങ്കരിക്കും. ആത്മീയമായി തന്നെ നാം അഹങ്കരിച്ച് വന്നുപോയാൽ ഉടനെ വേഗം വിശ്വാസാവും. ഏറ്റവും വലിയ വിശ്വാസികളാകും. ഈശോയിൽ വന്ന ഒരു പ്രാർത്ഥനക്കാര് പോകാൻ ഞാൻ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വാസമായി വരും നമ്മള്. കാരണം അഹങ്കാരമാണ് എല്ലാം തുടക്കം തന്നെ. അത് വായിച്ചാൽ നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കും എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ കിടപ്പ്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, അവൻ ആദ്യം ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമായിരുന്നു ദൈവത്തിന്റെ വലത്ത്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീഴുന്നു? ജനതകളെ കീഴക്കിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തുന്നു? നീ തന്നെത്താൻ പറഞ്ഞു,
ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഞാൻ സ്വർഗത്തിലോട്ട് കയറുന്നു. ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന് അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഖലകൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ ഈ പാതാളത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. തള്ളിയിടപ്പെട്ടിരിക്കുന്നു. ആ വരവ് എങ്ങോട്ട് വന്നു? നമ്മുടെ മേലിൽ വന്ന എല്ലാം കൂടി കണ്ടോ? എല്ലാവരും വെളിപ്പാട് 12:9 അവനും അവന്റെ കൂട്ടരും കൂടി എല്ലാം കൂടി ഇതാണ് ലൂസിഫർ, അവന്റെ അരികളെല്ലാം കൂടി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്ന പിശാചിനും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവരോട് കൂടി അവന്റെ ദൂതന്മാർ. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിച്ചു വരികയും രാപകൽ ദൈവസമക്ഷം അവരെ പണി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. ഈ ഭൂമിയിലോട്ട് വന്നു വീണു. അവനെ നശിപ്പിക്കുക, അവന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക, അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ മാന്ത്രിക ശക്തികളെല്ലാം പൈശാശക്തികളാണ്. വെളിപ്പാട് 16-14 വാക്യത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതെല്ലാം പ്രവർത്തിക്കും പൈശാശക്തികള്. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അതാണ് കള്ളപ്രവാചകൻ. കണ്ടോ? പാപത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ കൊടുക്കും കള്ളപ്രവാചകൻ. അവർ സർവശക്തനായ ദൈവത്തിന് മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക ആത്മാക്കളാണ്. അത്ഭുതങ്ങളും അടയാളങ്ങൾ കാണിക്കുന്ന പൈശാശക്തികൾ. ഇതിനെല്ലാം കർത്താവിന്റെ നാമത്തിൽ നാം ബന്ധിച്ച് പ്രാർത്ഥിക്കണം. കണ്ടോ? നാം യാക്കോബിനാണ് യാതൊരു മാന്ത്രിക ശക്തി ഏൽക്കാത്തത്. യാക്കോബ് ഏശയ്യാ 41:8 യാക്കോബ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായ അബ്രഹത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്. അതുകൊണ്ട് യോഹന്നാൻ 8:31 പറയുന്നത് യഥാർത്ഥ ശിഷ്യൻ ആരാണ്? യേശു തന്റെ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യൻ. എന്റെ വാചനത്തിൽ നിലനിൽക്കുമെങ്കിൽ. കേട്ടോ? വാചനം വന്നാൽ വാചനത്തിൽ നിലനിൽക്കും. കർത്താവ് അതിനോട് തൊട്ടു തരും. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 10:13. ഈ പ്രലോഭനം വന്നാലും അത് തടുക്കാൻ ശക്തി അപ്പോൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും വീണു പോയില്ല. ദൈവം അത്രയും കാരുണ്യവാനാണ്. നാം അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനാണ്. 2 തിമോത്തി 2:13 വാക്യത്തില്. അതുകൊണ്ട് നാം എല്ലാം വിശ്വസ്തരായിരിക്കണം കർത്താവിനോട്. 1 കൊരിന്ത്യർ 1:9. വിശ്വസ്തയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. വിശ്വസ്തരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. വിശ്വസ്തരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അല്ലാത്തവർ വേണ്ട, തള്ളിക്കളയും. നീ പുറത്ത് വേണ്ട. അതുകൊണ്ടാണ് വിശ്വസ്തരെ മാത്രമാണ് ദൈവം എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് റോമ 11:4 7,000 പേരെ മാത്രം നാം അവശേഷിപ്പിച്ചിട്ടുള്ള നിർത്തുകൊള്ളുന്നു. റോമ 9:12 ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിലപോലാണ്. കണ്ടോ? അതാണ് 1 രാജാക്കന്മാർ 19:18 അവര് മാത്രം 7,000 പേര് മാത്രം വാലിന് കിടന്നില്ല. പണത്തിനോ സ്വത്തിനോ സൗന്ദര്യത്തിനോ സമ്പത്തിനോ എന്ത് പ്രോമിസ് ചെയ്താലും കിടന്നില്ല. കർത്താവിന്റെ കൂടെ നിൽക്കും. അവരെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം വരുന്നത്. അവ കർത്താവിന്റെ കൽപ്പന പാലിച്ചാലും 1000 തലമുറ നോക്കിക്കോളും ചെയ്യും. എങ്ങും ഓടണ്ട. ജെറമ്യാ 32:17-19 വചനത്തില് 1000 തലമുറ ഞാൻ നോക്കിക്കോളാം. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പുറപ്പാട് 20 1-7 ദൈവമായ കർത്താവ് അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം നടന്നു. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ്. യേശയ്യാ പ്രവാചകൻ പറയുന്ന 41:15 നിങ്ങളെ എല്ലാവരും എന്താക്കാൻ പോവുകയാണ് ദൈവം? നെല്ലുവണ്ടിയാക്കി മാറ്റും. നിങ്ങളുടെ വചനം വന്നാല് ഇപ്പൊ വചനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വചനത്തെ പുച്ഛിച്ചാൽ അതേ നിങ്ങളുടെ ദൈവം പിടിക്കുകയും ചെയ്യും. അതാണ് യോഹന്നാൻ 12:47-50 വചനം. അപ്പൊ നിങ്ങളെല്ലാം വെടിവണ്ടിയാക്കും. അത് വചനം കേൾക്കുന്ന യേശയ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ ഇതിനെ പുതിയതും മൂർച്ചയേറിയതും പണ്ടുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു വെടിവണ്ടിയാക്കും. ആരെയാണ്?
ആരെയാ ആക്കുന്നത്? നേരത്തെ ആക്കിയിട്ടില്ല. നേരത്തെ ഇങ്ങനെ ചതഞ്ഞു കിടക്കുകയായിരുന്നു, ഞാനാണ് നടക്കുന്നത്. ഇനിയിപ്പോ നിങ്ങളെല്ലാം ദൈവം എന്താ മെതിവണ്ടിയാക്കും. കാരണം ഈ മലകളെ മെതിച്ച് പൊടിയാക്കണം. അതാണ് 10 ദിവസം വിട്ടിരിക്കുന്നത്. പാറയാവുന്നതാണ്. പാറ എന്താണ്? കൃപയാണ്. കൃപ, ഗ്രേസ്. അതാണ് മേഴ്സി പ്ലസ് ഗ്രേസ്. എബ്രായർ 4:14-16 കാലത്തില് കൃപയും സത്യവുമാണ്. സത്യം എന്താണ്? വചനം. യോഹന്നാൻ 17:17 വചനം സത്യം. അപ്പൊ കൃപയും സത്യം വചനം. ആ കൃപ വചനം കേട്ട് വരുമ്പോഴാണ് കൃപ വരുന്നത്. കൃപ ആത്മാവിന്റെ കൂടെയാണ്. എപ്പോഴും ഓർത്തിരിക്കണം, കൃപ ആത്മാവിന്റെ കൂടെയാണ്. അതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. വിശുദ്ധ കുർബാനയെല്ലാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ കൃപ, ഈശോ കൃപയാണ്. ഈ കൃപ നമ്മുടെ ആത്മാവിന്റെ കൂടെയാണ്. ഇതുകൊണ്ടാണ് ചിലരൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഇപ്പോഴുകൊണ്ട് മരിക്കുമ്പോ ചോട്ടിപ്പോയി എന്താ വിളിക്കുന്ന? ഈശോ, ഈശോ അറിയാം പോവാ ഇല്ല. വിളിക്കുന്ന ആൾ ആദ്യം തന്നെ ഭാവത്തിൽ കിടക്കണം, മരിക്കുന്ന ആൾ അതിലും ഭാവി. പിന്നെ എവിടെയാണ് പോകണം? പോയില്ല. കൃപയിലാണെങ്കിലോ പോകും ഈശ്വരൻ. അതുകൊണ്ടാണ് കൃപ. അതിനാണ് എല്ലാ വിശുദ്ധരും കൃപയിലാണെന്ന് പറയുന്നത്. കൃപ. ഈ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് വിശുദ്ധർക്ക് വേണ്ടിയാണ്.